ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ടയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായിട്ടുള്ള വോട്ടിംഗ് യന്ത്രത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ബട്ടണാണ് ഈ നോട്ട. ഇന്ത്യ, ഗ്രീസ്, അമേരിക്ക, യുക്രൈൻ, സ്പെയിൻ തുടങ്ങിയ 13 രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രത്തിലെ സുപ്രധാന പരിഷ്കാരമാണ് ഈ നോട്ട ബട്ടൺ. വോട്ടിംഗ് മെഷീനിൽ ഇവരിൽ ആരുമല്ല എന്നായിരിക്കും നോട്ട ബട്ടണിൽ രേഖപ്പെടുത്തുക. സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് താഴെയായിരിക്കും ഇതിൻ്റെ ബട്ടൺ ഉണ്ടാവുക. ചിലപ്പോൾ നോട്ടയിൽ ലഭിച്ച വോട്ടുകൾക്ക് ഭൂരിപക്ഷം ലഭിച്ചേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേരത്തെ നിശ്ചയിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കും. ഓരോ രാജ്യങ്ങളിൽ ഇത് വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിൽ ഇത് സാധുവായ വോട്ടായി കണക്കാക്കില്ല. ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നോട്ട സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായി. എന്നാൽ ഈ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു. 27 സെപ്റ്റംബർ 2013 ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നോട്ട സംവിധാനം കൂടി നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാകും എന്നൊരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിരുന്നു. നോട്ട തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോ സ്ഥാനാർത്ഥികളെയോ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വോട്ട് വിട്ടുനിന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് നോട്ടയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഇലക്ഷനിൽ ആര് വിജയിക്കും? അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ആരാണ് വരാൻ ആഗ്രഹമുള്ളതും കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.